Neethas Tasteland. നമുക്കിന്ന് ചോറിന്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ. സാധാരണ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചമ്മന്തികളേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ നമുക്കിത് ഒരാഴ്ച വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. അങ്ങനെ ഒരു എളുപ്പ വഴിയിലുള്ള ചമ്മന്തി എന്താണെന്നല്ലേ, നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. അതുപോലെ തന്നെ ചോറിന് മാത്രമല്ല, നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കുകയും ചെയ്യാം. പക്ഷെ കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയണമെങ്കിൽ നല്ല ചൂട് ചോറും ഈ ചമ്മന്തിയാണ് ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഏറ്റവും ഈസി ആയിട്ടുള്ള ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വറ്റൽമുളക്, പഞ്ചസാര, പുളി, കറിവേപ്പില, തേങ്ങ ചിരവിയത്, പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയും ഉപ്പുമാണ്. ഇതിപ്പോൾ ഞാനൊരു 100 ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ഉള്ളിക്ക് 20 ഗ്രാം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഗ്രാം കണക്കിൽ പറയുകയാണെങ്കിൽ 20 ഗ്രാം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും കുറച്ചുകൂടി വലിപ്പമുള്ള വറ്റൽമുളകാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 12 13 വറ്റൽമുളക് എടുത്താൽ മതി. അപ്പോൾ ഗ്രാം കണക്കായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ഏതാണോ സൗകര്യം അത് ഫോളോ ചെയ്യാം. 100 ഗ്രാം ഉള്ളി എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് നമ്മുടെ ചട്ടി ഒന്ന് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ മുളക് ഇട്ട് ഉടനെ തന്നെ കരിഞ്ഞു പോവും. പിന്നെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അളവിൽ വ്യത്യാസം വരുത്തണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സാധാരണ നല്ല എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി ആണെങ്കിൽ എരിവ് ഒരുപാട് വ്യത്യാസം വരും. ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഈ മുളകൊന്ന് ഇളക്കി കളറൊന്ന് ചേഞ്ച് ആയി വരണം. വല്ലാതെ അങ്ങ് ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ സവോള ചേർത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. നമ്മുടെ ടൊമാറ്റോ ചട്നി ചെയ്യുന്ന പോലെ സവോള ചേർക്കാൻ നമുക്ക് പറ്റില്ല. ഉള്ളി തന്നെ ചേർത്താലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുളക് കുക്കായി വരാൻ അധികം സമയം എടുക്കില്ല കേട്ടോ, വേഗം തന്നെ കുക്കായി വരും. നന്നായിട്ട് അങ്ങ് എണ്ണ ചൂടായി പുകഞ്ഞു തുടങ്ങുന്ന സമയത്തിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായി ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മുളക് ഇടുമ്പോൾ ഉടനെ തന്നെ കളർ മാറും. അപ്പോൾ ഇത്ര മതി. നമ്മുടെ മുളക് കുക്കായിട്ട് നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. അപ്പോൾ വലിയ ഉള്ളി വരുന്നത് മാത്രം നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഈ ഒരു വലുപ്പത്തിൽ 2-3 ഉള്ളി ഉണ്ട്. അപ്പോൾ ഇത് മാത്രം ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഉള്ളി ഇതിൽ കിടന്നിട്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയി വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ മുളക് കരിഞ്ഞു പോരുത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരുമിച്ച് തന്നെ വേണമെന്നില്ല. മുളക് എടുത്ത് മാറ്റിയതിന് ശേഷം ഉള്ളി സോട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ 2-3 പാത്രം കഴുകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ തന്നെ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഹൈ ഫ്ലെയിം ആവണ്ട, മീഡിയം ഫ്ലെയിമിലും താഴെയായിട്ട് വയ്ക്കാം. അപ്പോൾ ഉള്ളി ഞാൻ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ 2 കൈ ഉള്ളി ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ 2 കൈപ്പിടി ഉള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ 100 ഗ്രാം അല്ലെങ്കിൽ 2 കൈപ്പിടി ഉള്ളി. കയ്യിലെ കണക്ക് പറയുകയാണെങ്കിൽ 2 കൈ. അപ്പോൾ ഇത് ചില ആളുകൾ ഇപ്പോൾ ഞാൻ കപ്പിൽ മെഷർ ചെയ്യുമ്പോൾ പറയാറുണ്ട്, കപ്പിലെ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല, ഗ്രാമിൽ പറയും. അപ്പോൾ ചിലപ്പോൾ ഗ്രാമിൽ പറയുമ്പോൾ പറയും കപ്പിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു ചേച്ചി എന്ന് പറയും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ 2 രീതിയിലും പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ ഇതിന് മുന്നേ പല ചമ്മന്തിയുടെ റെസിപ്പിയും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ചമ്മന്തിയും ചെയ്യുമ്പോൾ എനിക്ക് കമൻസ് വരാറുണ്ട്, ഞങ്ങൾ പുളി ചേർക്കാറുണ്ട്, പുളി ചേർത്തിട്ടാണ് ഇവിടെ ചെയ്യാറുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരുവിധമുള്ള ചമ്മന്തികളിലൊന്നും പുളി ചേർക്കാറില്ല. ഇപ്പോൾ മാങ്ങ ചമ്മന്തിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ പുളി ഉണ്ടല്ലോ, മാങ്ങയ്ക്ക് പുളി ഉണ്ടല്ലോ. ബാക്കിയുള്ള ചമ്മന്തികളിലൊന്നും ഞാനങ്ങനെ പുളി ചേർക്കാറില്ല. അതെന്ന് വെച്ചാൽ എനിക്ക് ഓവറായിട്ട് പുളിയുള്ള സാധനങ്ങളോട് അത്ര താല്പര്യമില്ല. ഓവറായിട്ട് നമുക്ക് ആവശ്യത്തിന് പുളിയാവാം, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ എല്ലാത്തിലും പുളി ചേർക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. പക്ഷെ ഈ ഒരു ചമ്മന്തി ഞാൻ ചെയ്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ച് പുളി ചേർക്കുന്നുണ്ട്, കുറേ പുളി ചേർക്കുന്നില്ല. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ബേച്ചിറ്റയുടെ ഉള്ളിയും മുളകും പോലെ തന്നെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഒരാഴ്ച ഇരുന്നാലും മോശമായി പോവാത്തൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ ആ ഉള്ളിയും മുളകും ചെയ്തപ്പോഴും എനിക്ക് കമൻസ് വന്നിരുന്നു, ഞങ്ങൾ ഇതിൽ പുളി ചേർക്കാറുണ്ട്, ഒരു ചെറിയ പീസ് പുളി ചേർത്തു, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേർത്ത് നോക്കി.
അപ്പോൾ ചില റെസിപ്പീസൊക്കെ എനിക്ക് ഇങ്ങനെ വരുന്ന കമൻറ്റ്സ് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഞാൻ വീണ്ടും ചെയ്യുമ്പോൾ ആ ഒരു നിങ്ങൾ പറയുന്ന കമൻറ്റ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു തന്നാലല്ലേ എനിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ ഇപ്പോൾ കുറേ ആളുകൾ കമൻറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കൂ, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ചെയ്യുമ്പോൾ പുളി ചേർക്കാതിരിക്കുന്നതാണ് അതിലെ ടേസ്റ്റ്. ആ തേങ്ങയൊക്കെ ചുട്ടെടുക്കുന്നതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പുളി ചേർക്കാതിരിക്കുക. പിന്നെ ചില റെസിപ്പിയിൽ അത് പൊതുവേ നമ്മുടെ അമ്മമാരുടെ ഇതിലാണെന്ന് തോന്നുന്നു. അമ്മമാർ ചെയ്യുന്ന റെസിപ്പികളിലാണ് കൂടുതലും. പായസം ചെയ്യുമ്പോഴും അതുപോലെ മധുരമുള്ള പല റെസിപ്പീസും ചെയ്യുമ്പോൾ നമ്മൾ ഏലക്ക ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ജീരകം കൂടി പൊടിച്ചിട്ട് ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ ആ ജീരകം ചേർക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പായസത്തിലാണെങ്കിലും അതുപോലെ തന്നെ മധുരമുള്ള റെസിപ്പികളിലാണെങ്കിലും ഏലക്കയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ ജീരകം ഒട്ടും തന്നെ ചേർക്കാറില്ല. ഇതിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടിക്ക് ചൂടുള്ളതാണ്, അപ്പോൾ കരിഞ്ഞു പോകരുത് ഉള്ളി. ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ ഉള്ളിയുടെ കളർ ഇത് കണ്ടോ, ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പുളി ചേർക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വാളൻപുളി ഞാനിപ്പോൾ ഈ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലാണ് എടുത്തത്. ഇതിപ്പോൾ എനിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഉണ്ടായ പുളി ആയതുകൊണ്ട് ഇതിങ്ങനെ ഉരുണ്ട് വരുന്നില്ല, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ആവുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അത് പീസാക്കിയിട്ട് ചേർക്കാൻ പോവാണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, എത്ര പുളി വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്, ബാക്കി കുറച്ചുണ്ട്, മുഴുവൻ ചേർത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി പുളി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ആ പുളിയും കൂടി ചേർന്നിട്ടൊന്ന് കുക്കായി വരണം, ഒന്ന് പുളിയൊന്ന് മൊരിഞ്ഞ് വരണം ഈ എണ്ണയിൽ കിടന്നിട്ട്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയാണെങ്കിലും കഞ്ഞിയുടെ കൂടെയാണെങ്കിലും പെർഫെക്റ്റ് ടേസ്റ്റാണ് ഈ ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നമുക്കിപ്പോൾ തേങ്ങാ ചട്നി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി വേറെ ഏതെങ്കിലും ചട്നികളൊക്കെ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ടാണെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ഉപ്പ് നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോഴേ ചേർക്കുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. വെള്ളം നന്നായി തുടച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ വഴറ്റുന്ന മിക്സ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചമ്മന്തി ഇരുന്നുണ്ടെങ്കിൽ ചീത്തയായി പോവും. അതുപോലെ തന്നെ നമ്മൾ ചമ്മന്തി എടുത്ത് വയ്ക്കുന്ന പാത്രങ്ങളും നന്നായിട്ട് തുടച്ച് ഉണക്കിയ പാത്രങ്ങളായിരിക്കണം. വെള്ളമുള്ള പാത്രങ്ങളിൽ ചമ്മന്തി എടുത്ത് വയ്ക്കരുത്. ഇത് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരാഴ്ച വരെ ചീത്തയായി പോവാതെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വഴറ്റിയെടുക്കുന്നത്. ആ ഉള്ളിയുടെ ഒരു പച്ചപ്പ് മുഴുവൻ മാറിപ്പോകുന്നത് വരെ വഴറ്റിയെടുക്കുന്നത്. ഉള്ളി നമ്മൾ ഉള്ളിത്തീയലിന് മുറിക്കുന്നത് പോലെ മുറിച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ തന്നെ സോട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതുപോലെ ചെയ്താലും മതി, അത്രയും സമയം പോകണ്ട. നമ്മൾ ഉള്ളിത്തീയലിന് മുറിക്കുന്ന പോലെ മുറിച്ചെടുത്തിട്ട് അത്രയും സമയം കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. ഇതെന്താണ് ബൗളിലേക്ക് മാറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സി ഓൺ ചെയ്യുമ്പോൾ അത് ചൂടുള്ളതുകൊണ്ട് തെറിച്ചിട്ട് ആ ജാറിൻ്റെ അടപ്പങ്ങ് തെറിച്ചു പോയിട്ട് നമ്മുടെ കൈയും മുഖമൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. ചൂടോടുകൂടി നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കില്ല. അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മിക്സിയിൽ അരച്ചെടുക്കുള്ളൂ. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആയി പോവുകയും ചെയ്യും. നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഈ ചട്ടിയിലുള്ള വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും എല്ലാം ചേർന്ന് മിക്സ് ആയി വരുള്ളൂ. നമ്മളിതിൽ ഇനി വെളിച്ചെണ്ണ ചേർക്കില്ല. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഇതുപോലെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചൂട് മാറി വന്നതിന് ശേഷം നമുക്ക് അരയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളകിൻ്റെയും ഉള്ളിയുടെയും മിക്സ് നന്നായിട്ട് ചൂട് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, നിങ്ങൾ എന്നെ ചിലപ്പോൾ കളിയാക്കും, ചിലപ്പോൾ ചോദിക്കും ഇതെന്താ എല്ലാത്തിലും പഞ്ചസാര ചേർക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഒരു പിഞ്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളകാണ്, എരിവ് കൂടുതലായിരിക്കും.
ആ എരിവൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ചേർത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് തേങ്ങ ചിരവിയത് ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ ബൗളിൽ നിന്ന് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയപ്പോൾ അതിൽ ആ വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു. നമ്മൾ ചട്ടിയിൽ ബാക്കി വന്ന കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. 1-2 പ്രാവശ്യം ഒന്ന് വിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി മറിച്ചിട്ട് വീണ്ടും വിപ്പ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് എല്ലാ ഭാഗവും അരഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്താലേ അരഞ്ഞു കിട്ടുള്ളൂ. അതുകൊണ്ടാണത് പ്രത്യേകം പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ തരിതരിപ്പായിട്ടാണ് ഞാനിപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തത്. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ചെറിയ തരിതരിപ്പുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടി അരയണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരച്ചെടുക്കാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി എന്ന് പറഞ്ഞ പരിപാടി. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, കപ്പ എല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ആ പഞ്ചസാര ചേർത്തിട്ട് വളരെ ചെറിയൊരു മധുരമുണ്ട്. മധുരം എന്ന് പറയാനില്ല, എരിവൊന്നും ബാലൻസ് ആയി പോകുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിയുടെ ടേസ്റ്റും ആവശ്യത്തിന് എരിവേ ഉള്ളൂ, ഓവറായിട്ടുള്ള എരിവില്ല. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പതിവ് പോലെ തന്നെ ചെയ്യുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.